Hi all, welcome to another class on BTech Mathematics. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേറ്റീവ്സും അതിൻ്റെ റിസൾട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ലിമിറ്റ് അതേപോലെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലിമിറ്റും കണ്ടിന്യൂറ്റിയും അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി +1 +2 കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസുമാണ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡിങ് ആണ്, ഒരു കൃത്യമായ പോയിന്റിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡെഫിനിഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ LIM എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ടെൻഡ് ചെയ്യുക എന്നതിനെ ഉദ്ദേശിക്കുന്നത്. എക്സ് എയിലോട്ട് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ ആ ഒരു എക്സ് എയിൽ ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വാല്യൂ എൽ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് അതിനുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എൽ ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് ആ ലിമിറ്റ് കിട്ടുക. അതാണ് നമ്മൾ അതിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. നമ്മൾ ലിമിറ്റിൻ്റെ LIM എന്നുള്ള ഷോർട്ടും എക്സ് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സം എൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം എടുക്കുക, എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. അതായത് എക്സ് 2ലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ്. എക്സ് 2ലോട്ട് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സ്ക്വയർ 4 വരും. 4 ആണ് ഇവിടുത്തെ എൽ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 3x + 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 3 × 2 + 1 എന്ന് വരും. 3 × 2 + 1 നമുക്ക് 7 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 x square minus 9 divided by x minus 3. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡിലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 x square minus 9 by x minus 3 ആണ്. ഞാൻ എക്സിന് 3 കൊടുത്താൽ എന്താണ് വരിക? 3 square minus 9 divided by 3 minus 3 എന്ന് വരും. 3 സ്ക്വയർ നമുക്കറിയാം 9 - 9 ഡിവൈഡഡ് ബൈ 3 - 3 എന്ന് വരും. 9 - 9 ഡിവൈഡഡ് ബൈ 3 - 3, അതായത് 0/0 എന്ന് വരും. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഡിഫൈൻഡ് അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് 0/0, 0/0, അതേപോലെ ഇൻഫിനിറ്റി, അതേപോലെ ഇൻഫിനിറ്റി/0 ഒക്കെ വന്നാൽ നമുക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്നെങ്കിൽ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, x square minus 9 ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ അതെന്തായിട്ട് മാറും? x + 3 × x - 3 എന്നായിട്ട് മാറും. എന്നിട്ട് x - 3 x - 3 കട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ആ മെത്തേഡ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ഐഡിയ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം x square minus 9 3 സ്ക്വയർ എന്ന് ചെയ്യണം, ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ നമുക്ക് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ എന്ന നിലയിലാണ് ഇത് പറയുന്നത്. എൽ ഹോപ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. നിങ്ങൾ ആ റൂളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിക്കണമെന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത് ഉപയോഗിക്കാം. എൽ ഹോപ്പിറ്റൽസ് റൂൾ എന്നാണ് അതിന് പറയുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ, നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതിയിലാണെങ്കിൽ, അതായത് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി/0 ഫോമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എൽ ഹോപ്പിറ്റൽസ് റൂൾ കൊടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം, നമ്മളുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് ചെയ്ത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 x square minus 9 divided by x minus 3. നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് എടുക്കും. മുകളിലും താഴെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്. മൈനസ് 9ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് 3ൻ്റെ ഡെറിവേറ്റീവ് 0. ഇപ്പോൾ എന്തായിട്ട് മാറി? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 2x എന്നായി. ഇനി നിങ്ങളിവിടെ ജസ്റ്റ് എക്സിന് 3 കൊടുത്താൽ 2 × 3 6 എന്ന ആൻസർ കിട്ടും.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എൽഹോപ്പിറ്റൽസ് റൂൾ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെയും 0/0 ഫോമിലൊക്കെ ആണെങ്കിൽ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു കറക്റ്റ് ആൻസർ കിട്ടുന്നവരെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഇനി ഇതല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചെയ്യും. ഒരു ഓർ എന്നുള്ള ഒരു രീതിയിൽ നമുക്കറിയാം നമ്മളുടെ മുകളിലുള്ളത് x² - 9 ആണ്. ഇതിനെ നമുക്ക് x² - 3² എഴുതാം. അപ്പോൾ നമ്മുടെ a² - b² റിസൾട്ട് ഉണ്ട് a - b × a + b ആണ്. അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തത് എന്തായിട്ട് മാറും? ലിമിറ്റ് x → 3 മുകളിലുള്ളത് x - 3 × x + 3 എന്നാവും, ഡിവൈഡഡ് ബൈ അടിയിൽ ആരുണ്ട്? x - 3 ഉണ്ട്. നമ്മൾ x - 3യും x - 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ലിമിറ്റ് x → 3 x + 3 3 കൊടുത്താൽ 3 + 3 6 എന്ന് കിട്ടും. പക്ഷെ ഇതെല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അപ്ലൈ ചെയ്യൽ പോസിബിൾ അല്ല. കാരണം x² - വേറെ ഏതെങ്കിലും നമ്പറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വെക്കണം. 9 3² ആക്കുക, പിന്നെ അതേപോലെ അതിനെ സ്പ്ലിറ്റ് ഈ റിസൾട്ട് എല്ലാം അറിയാമെങ്കിൽ ഈ രീതിയിൽ ചെയ്താലും മതി. മെത്തേഡ് ഇന്നത് വേണമെന്നൊന്നും എക്സാമിന് പറയില്ല. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് തരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൽഹോപ്പിറ്റൽസ് റൂൾ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി, മുകളിൽ താഴെ ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്ത് ഒരു ആൻസർ എത്തുന്നവരെ. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഡയറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഡെറിവേറ്റീവ് എടുക്കാനൊന്നും പോകണ്ട. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡെറിവേറ്റീവ് എടുത്ത് വരും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ലിമിറ്റ് x → -1 limit x tends to -1 x³ + 1 divided by x + 1. ഈ ക്വസ്റ്റ്യൻ കണ്ടില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്ക് -1 കൊടുത്താൽ -1 + 1 0 വരും, 0/0 ഫോമിലാണ്. അപ്പോൾ ഇവിടെ x³ + 1ന്റെ ചെറുതാക്കൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡെറിവേറ്റീവ് എടുത്താൽ അത് 3x² വരും, അടിയിൽ എക്സിൻ്റെ അത് 1 വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടുക. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ലിമിറ്റ് x tends to infinity 4x² - x + 2 divided by 2x² + 3x - 1. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ ചെയ്യേണ്ട ഒരു രീതി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കാനാണ്. എക്സിന് നമ്മൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ എന്താ വരിക? എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് ഏത് ഫോമിലോട്ട് വരും? ഇൻഫിനിറ്റി ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എൽഹോപ്പിറ്റൽസ് റൂൾ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? 4 × x² ഡെറിവേറ്റീവ് നമ്മൾ അത് എഴുതുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ 4 × 2x 8x മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബാക്കി 0 ആവും, ഡിവൈഡഡ് ബൈ 2x². 2x² ഡെറിവേറ്റീവ് 2x ആണ്, എന്ത് വരും? 2 × 2 4x + 3 എന്ന് വരും. ഇങ്ങനെ ഉണ്ടാവും. എക്സിന് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ ഇൻഫിനിറ്റി കൊടുത്താലും എന്ത് തന്നെ വരും? ഇതിൽ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താലും ഇത് ഇൻഫിനിറ്റി ഫോമിലായിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്താൽ ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? 8xൻ്റെ ഡെറിവേറ്റീവ് 8 വരും, ബാക്കി അവിടെ ഉണ്ടാവില്ല, 1ൻ്റെ 0 ഡിവൈഡഡ് ബൈ 4. 8/4 എന്നാണ് ഉണ്ടാവുക. 8/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇങ്ങനെ വരും. ലിമിറ്റ് x tends to infinity 2 എന്ന് വരും. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കാൻ അല്ലാത്തതുകൊണ്ട് വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റൂൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ആൻസർ എത്തുന്നവരെ ഇവിടെ ഇൻഫിനിറ്റി വീണ്ടും വന്നാൽ വീണ്ടും നമ്മൾ എന്തെടുക്കുന്നു? എൽഹോപ്പിറ്റൽസ് റൂൾ എടുക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇവിടെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെഫിനേഷനാണ് കണ്ടിന്യൂറ്റി. ലിമിറ്റും കണ്ടിന്യൂറ്റിയുമാണ് ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റിന്നും ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ലിമിറ്റും കണ്ടിന്യൂറ്റിയും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ ലിമിറ്റിൻ്റെ കേസിൽ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാണ്, പക്ഷേ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എൽഹോപ്പിറ്റൽസ് റൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് കട്ടോ നമ്മുടെ കോഞ്ചുഗേറ്റ് മെത്തേഡൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. കണ്ടിന്യൂറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനൊരു ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഫംഗ്ഷൻസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അത് x = a എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുക. ഒന്ന് f(a) ഡിഫൈൻഡ് ആയിരിക്കണം. f(a) ഈസ് ഡിഫൈൻഡ് ആയിരിക്കണം. അതേപോലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് x tends to a f(x) എക്സിസ്റ്റ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇതാണ് നമ്മൾ റെഡിക്ക് നോക്കുക. ലിമിറ്റ് x tends to a f(x) എന്ന് പറയുന്നത് f(a) ആയിരിക്കും.
അതായത് ലിമിറ്റിന്റെ കേസിൽ ദി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ഫംഗ്ഷനിൽ എ അപ്ലൈ ചെയ്ത രീതിയിലായിരിക്കും വരിക. നിങ്ങൾക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ അത് മനസ്സിലാവും. പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ എടുത്തു. എനിക്ക് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ നോക്കണം. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ നോക്കണം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ഡിഫൈൻഡ് ആവണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്താ വരിക? എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 9 ഡിഫൈൻഡ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതൊന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് അല്ല എക്സ് സ്ക്വയർ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എക്സിന് 3 കൊടുത്താൽ 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 9. അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എഫ് ഓഫ് 3 ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് സ്ക്വയർ എടുത്തു എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു 0 എന്താ ഇവിടെ സംഭവിക്കുക? എക്സ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷന്റെ പ്രശ്നം എന്താ? ഞാൻ എഫ് ഓഫ് 0 നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് 0 എന്ത് ഒരു 1/0 സ്ക്വയർ 1/0 സ്ക്വയർ നമുക്കറിയാം ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ്. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് എഫ് ഓഫ് 0 1/0 സ്ക്വയർ വരും, നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? അതുകൊണ്ട് ഇതെന്തല്ല കണ്ടിന്യൂസ് അല്ല. എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി എക്സാമിന് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഫംഗ്ഷൻസ് തന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ റിസൾട്ട് ഉണ്ട്. രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഇപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ജി ഓഫ് എക്സ് എന്താവരുത്? 0 ആവരുത്. അങ്ങനെ കുറേ കണ്ടീഷൻസും റിസൾട്ടുകളും കൊണ്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. കോമ്പോസിഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ തന്നിരുന്നു ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആയിട്ട് അവർ തന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഈ ഫംഗ്ഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 3 ആകുമ്പോൾ, അതേപോലെ ഫംഗ്ഷന്റെ വാല്യൂ 5 ആണ് എപ്പോഴും എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, എവിടെയൊക്കെയാണ് കണ്ടിന്യൂസ് എന്നൊക്കെ ആയിരുന്നു ചോദ്യം അന്ന് ചോദിച്ചിരുന്നത്. ഈ ഫംഗ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിക്ക് ആകെ പ്രശ്നമുള്ളത് എക്സ് ഈക്വൽ ടു 3 കാരണം എക്സ് 3 കൊടുത്താലാണ് അത് ഡിനോമിനേറ്ററിൽ 0 വരിക. നമുക്ക് നമ്മുടെ ഓരോ കണ്ടീഷൻ ഒന്ന് നോക്കാം. അപ്പോൾ 3 മാത്രമേ ഈ ഫംഗ്ഷന് പ്രശ്നമുള്ളൂ. കാരണം വേറെ എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 3 നമുക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 3 ഒന്ന് നോക്കാം. വേറെയുള്ള സ്ഥലത്തൊന്നും വിഷയമല്ല. കാരണം വേറെ എല്ലാ സ്ഥലത്തും ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവും, 5ഉം കണ്ടിന്യൂസ് ആണ്. പക്ഷെ 3 ഒരു പ്രശ്നമാണ്. 3 എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. 3 നമുക്ക് ആദ്യം എഫ് ഓഫ് 3 നോക്കാം. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ അവിടെ 5 ആണ്. കാരണം അതാ 3 കൊടുക്കുമ്പോൾ 5 ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ്. അത് നമുക്കൊന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. എക്സിന് 3 കൊടുത്താൽ എന്താ സംഭവിക്കുക? എക്സിന് നമ്മൾ 3 കൊടുത്താൽ ഇത് 9 മൈനസ് 3 മൈനസ് 6 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3. ഇത് 0/0 ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ ഹോപ്പിറ്റൽസ് റൂൾ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 6ന്റെ ഡെറിവേറ്റീവ് 0 വരും. വീണ്ടും അടിയിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 3യുടെ ഡെറിവേറ്റീവ് 0 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 2x മൈനസ് 1 2 ഇൻറ്റു 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 5. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? 5 ആണ് വരുന്നത്. നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആവണം? എഫ് ഓഫ് 3 ആണ്. 2 5 ആണ് വരുന്നത്. സോ ഈ ഫംഗ്ഷൻ 3ൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും എന്താണ്? കണ്ടിന്യൂസ് ആണ്. കാരണം 3 അല്ലാത്ത സ്ഥലത്ത് ഈ ഫംഗ്ഷന് പ്രശ്നമില്ല. 3 അല്ലെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് സിക്സ് ബൈ എക്സ് മൈനസ് ത്രീ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എല്ലാ സ്ഥലത്തും. എക്സ് മൈനസ് ത്രീ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയിരിക്കും. 3 ആവും. യെസ്. ഇപ്പോൾ നമുക്ക് 3യിൽ മാത്രം ഒന്ന് ചെക്ക് ചെയ്യണം. 3യിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ടീഷൻസ് ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടീഷൻസ് എഫ് ഓഫ് 3 5 ആണ്. ലിമിറ്റ് എടുക്കുമ്പോഴുള്ള വാല്യൂ 5 ആണ്. സോ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ 3യിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ഈ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ റിസൾട്ടുകൾ ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് ഇവിടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ കുറച്ച് റിസൾട്ടുകൾ നിങ്ങളോട് പഠിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സും അതേപോലെ ജി ഓഫ് എക്സും. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് ജിയോ. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. രണ്ടും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്തൊരു റിസൾട്ട് നിങ്ങൾ ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സം കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. മൂന്നാമത്തെ റിസൾട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ നാലാമത്തെ റിസൾട്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ജി ഓഫ് എക്സ് 0 ആവാൻ പാടില്ല. ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിസൾട്ടാണ് എഫ് ഓഫ് എക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് റേസ് ടു എൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമുക്കൊരു നമ്പർ ആയിട്ട് എടുക്കാം. അടുത്തൊരു റിസൾട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ട് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ റൂട്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. എഫ് ഓഫ് എക്സ് എന്താവണം? എഫ് ഓഫ് 0 ആണ്. കാരണം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഒന്നും നമുക്കറിയാം, അത് ഡിഫൈൻഡ് അല്ല. നമ്മളതിന് അയോട്ട എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും? അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ കോമ്പോസിഷൻ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ജിയോ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ ജിയോ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ജി ഓഫ് എഫ് ഓഫ് എക്സ് അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡിങ് ആണ്, ഒരു പോയിന്റിലോട്ട് ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ നമുക്ക് കിട്ടും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. നമ്മൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 0/0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ 0 ഫോമിലാണ് നമുക്ക് എൽ ഹോസ്പിറ്റൽസ് റൂൾ കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്ങനെയും ചെയ്യാം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. then ഇൻഫിനിറ്റി വരുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ വഴി നമുക്ക് ആൻസറിലോട്ട് എത്താം. കണ്ടിന്യൂറ്റിയുടെ കേസിൽ നമ്മൾ ഒരു കണ്ടിന്യൂറ്റി, ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ അടക്കമുള്ള ഒരുപാട് എക്സാമ്പിൾസ് അതിന് കിട്ടും. കണ്ടിന്യൂറ്റി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട്. ദെൻ എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റ് ഈ എഫ് ഓഫ് എക്ക് ഈക്വൽ ആവണം. ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ എടുത്തിരുന്നു. എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ആണ്. പക്ഷേ 1/x സ്ക്വയർ 0 എന്തല്ല? കണ്ടിന്യൂസ് അല്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കാം. ഇതിപ്പോൾ 3 അല്ലാത്ത സ്ഥലത്തൊക്കെ ഓക്കെയാണ്, പ്രശ്നമില്ല. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 3ൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കി? നമ്മുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. റിസൾട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഈ റിസൾട്ട്, ഈ നാലാമത്തെ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ എഫ് ഓഫ് എക്സ്, ഇത് ജി ഓഫ് എക്സ്. ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിലൊക്കെ കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആണ്. വേറെ എല്ലാം ഏകദേശം ഡെറിവേറ്റീവ് റിലേറ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ടോപ്പിക്സ് നിങ്ങളുടെ സിലബസിൽ ആദ്യം വരുന്നുണ്ട്, ഡെറിവേറ്റീവ് പറയുന്നതിൻ്റെ മുന്നേ. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ മറ്റ് ആ ഒരു സെപ്പറേറ്റിംഗ് ഏതെങ്കിലും രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ടാണ്. ഇന്ന മെത്തേഡ് ഒന്നും പറയുന്നില്ല. ഏത് മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ ഇവാലുവേറ്റ് എന്നേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. എൽ ഹോസ്പിറ്റൽസ് റൂളാണ് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.